ഹലോ എല്ലാവർക്കും പ്രഭാത വന്ദനം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നേ ഞാൻ നല്ല മുട്ടക്കറി ഉണ്ടാക്കാൻ പോകും. നല്ല ഒരു വറുത്തരച്ച ഒരു മുട്ടക്കറി, തേങ്ങ വറുത്തരച്ച മുട്ടക്കറി. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തുള്ളൊരു മുട്ടക്കറി, നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. ഞാനപ്പോൾ അടുപ്പ് കത്തിക്കാം കേട്ടോ. സ്റ്റൗ കത്തിച്ച് മുട്ട വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ തോട് പൊളിക്കുവാനായിട്ട് എളുപ്പമായി. കുറച്ച് ഉപ്പിട്ട് മുട്ട വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയുടെ തോട് പൊളിക്കുവാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ മുട്ടക്കറി വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങളാണ്. തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച്, ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു ഫുള്ള് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഉരുളക്കിഴങ്ങ്, തക്കാളി, സവാള, പച്ചമുളക്, വേപ്പില, മല്ലിയില, ഇത്രയും സാധനങ്ങളാണ്. ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം അതിന് കാണിച്ചു എന്താണ് ചെയ്യുന്നത്. ഓക്കെ, ഉരുളക്കിഴങ്ങ് കഴിഞ്ഞ് അതിന് വേവിക്കാൻ വെച്ചേക്കണം, ഉപ്പ് ചേർത്ത് വേവിക്കാൻ വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള മസാല റെഡിയാക്കാൻ നോക്കാം. തേങ്ങയും കാര്യങ്ങളും സവാളയൊക്കെ അരിഞ്ഞിട്ട് നല്ലൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. മുട്ടക്കറി ആവശ്യം മുട്ട വേവിച്ച് പച്ചവെള്ളം ഒഴിച്ച് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നീട് പൊളിച്ചെടുത്തിട്ട് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു തേങ്ങ വറുത്തരച്ച കറിയാണ്. ഒരു 1.5 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, സവാള ഇത്രയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യം തേങ്ങയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വറുത്തരച്ചത് എന്ന് വെച്ചാൽ ഒരുപാട് മുരിച്ചുള്ള വറവായിരിക്കില്ല. ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അരച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ മുട്ടക്കറിയുടെ ഒറിജിൻ എവിടെയാണ്? ആരായിരിക്കും മുട്ടക്കറി കണ്ടുപിടിച്ചിരിക്കുന്നത്? മുട്ടക്കറി ഉണ്ടായിരിക്കുന്നത് ഏഷ്യയിൽ തന്നെയാണ്. അത് ഇംഗ്ലീഷുകാരാണ് മുട്ടക്കറിയുടെ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരിഷ്ടം പോലെ മുട്ട പുഴുങ്ങിയതെല്ലാം കഴിക്കുമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ വന്നതിന് ശേഷം നമ്മുടെ എരിവുള്ള ഗ്രേവികളുണ്ടല്ലോ, ചുവന്ന ഗ്രേവികളിലേക്ക് ആ മുട്ട ഇട്ട് കഴിക്കാനുള്ള ഒരു തീരുമാനം അവർ നടപ്പിലാക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാകുന്നത്. മുട്ടക്കറി നമുക്ക് സ്വന്തമല്ല, ഇന്ത്യക്കാർക്ക് സ്വന്തമൊന്നുമല്ല. പക്ഷെ നമ്മുടെ ഗ്രേവികളെല്ലാം നമുക്ക് തന്നെ സ്വന്തമാണ്. നമ്മുടെ ഗ്രേവികളിലേക്ക് അവർ മുട്ടയിട്ട് മുട്ടക്കറി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് സൗത്തിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് മസാലകളും കാര്യങ്ങളൊക്കെ ചേരും. നോർത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൽ കുറേ തക്കാളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവർ കുറേ പുളിയുള്ള വിധത്തിലൊക്കെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ മുട്ട വറുത്തിട്ട് മുട്ടക്കറി ഉണ്ടാക്കും. എന്ന് വെച്ചാൽ പുഴുങ്ങിയ മുട്ടയെ എണ്ണയിലിട്ട് പൊരിക്കുക, എന്നിട്ട് അതിനെ ഗ്രേവിയിലിട്ട് കഴിക്കുക. അങ്ങനെയുള്ള പലതരത്തിലുള്ള മുട്ടക്കറികളുണ്ട്. മുട്ട മസാല, അങ്ങനെ തേങ്ങ വറുത്തരച്ച മുട്ടക്കറി, പിന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉണ്ടാക്കുന്നൊരു കറിയുണ്ട് ഞങ്ങളുടെ എറണാകുളം ഭാഗങ്ങളിലൊക്കെ. അങ്ങനെയുള്ളൊരു മുട്ടക്കറി പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് മുട്ടക്കറി എന്ന് പറയുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും, പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും, വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും എല്ലാത്തിനും മുട്ടക്കറി നല്ല ബെസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്, ഇത്രയും മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മുട്ടക്കറിയുടെ ഇഷ്ടത്തെ നമ്മൾ കേട്ടു. നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. മുട്ടക്കറി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്? പിന്നെ നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിഷുകൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ. ഞാനത് ഉണ്ടാക്കി കാണിച്ചു തരുന്നതായിരിക്കും. നല്ലത് റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിഷുകൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഞാനത് നിങ്ങളുടെ മുമ്പിൽ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും.
തക്കാളി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, തക്കാളി, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എണ്ണ ഒഴിക്കുക. ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില അരിഞ്ഞ കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനോട് മസാലപ്പൊടി ചേർക്കാം. ഇതെല്ലാം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കൂടെ തന്നെ കുറച്ച് 1 സ്പൂൺ മുളക് പൊടി, അതിനോടൊപ്പം തന്നെ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി. 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഇനി ചേർക്കാനുള്ളത് കുറച്ച് മീറ്റ് മസാലയാണ്. ഒരു 3/4 സ്പൂൺ മീറ്റ് മസാല, അതിനോടൊപ്പം ഒരു 3/4 സ്പൂൺ ചിക്കൻ മസാല. ഒരു 3/4 സ്പൂൺ ചിക്കൻ മസാല ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ, ഇത്രയും മതി. മസാല ആയിട്ടുണ്ടല്ല. ഇനി ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാൻ നമുക്ക്. മൂപ്പിച്ചിട്ട് അരച്ചെടുക്കുക. ഒരുപാട് മൊരിയിക്കാതെ കേട്ടോ. നമ്മുടെ നാട്ടിൽ വറുത്തരയ്ക്കുന്നത് പോലെ അങ്ങ് കറുത്ത കളറിലാക്കുന്നില്ല. നമുക്ക് വേണ്ടത് ഒരുവിധം ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള കളറിലുള്ള മുട്ടക്കറിയാണ് നമുക്ക് വേണ്ടത്. ഇതിവിടെ മുദ്ദ കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മുട്ടക്കറിയാണ് ഇവിടെ. ഈ കറി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മുദ്ദയാണ് ഇതിന് ഉപയോഗിക്കാറുള്ളത്. ചോറ് കഴിക്കാനും നല്ലത് തന്നെയാണ്. ചോറിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ലൊരു കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നല്ല മുരിഞ്ഞ മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ കൊണ്ട് നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇതിൽ കടുക് പൊട്ടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഉള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കടുക് പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ താളിച്ച് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മസാല ഇതിൽ കൊണ്ട് ചേർത്താൽ മാത്രം മതിയാവും. അരച്ചെടുക്കുന്ന മസാല അതിലിടുക. അതിനുശേഷം തിളച്ചതിന് ശേഷം മുട്ട ചേർത്താൽ മുട്ടക്കറി റെഡിയാവും. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കപ്പോൾ ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ സവാള അത്യാവശ്യം മുരിഞ്ഞു വന്നിട്ടുണ്ട്. സവാളയും പച്ചമുളകും വേപ്പിലയും കറിവേപ്പിലയും ഇത് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിനെ ഈ വേവിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു റെസിപ്പിയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീടുകളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ് ഇതെല്ലാം. എല്ലാവർക്കും പെട്ടെന്ന് ഒരുപാട് സമയമൊന്നും വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കുന്നത് നല്ല രുചികരമായ ഒരു ഡിഷാണ് ഈ മുട്ടക്കറി. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ നല്ലപോലെ ആ തേങ്ങ മസാല കൊണ്ടുപോയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരുന്നുണ്ട്. കണ്ടോ, നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ. നല്ലപോലെ അരയണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ. കണ്ടോ, ഇതാണ് മുട്ടക്കറിയുടെ ഗ്രേവി. ഇവിടെ വേസ്റ്റ് എടുക്കാൻ വരുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്ന പാട്ട്. മുട്ട തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ടേ? ഞാൻ 4 സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ മുട്ടയും
അങ്ങനെ തന്നെ 4 സൈഡ് കട്ട് ചെയ്തിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുട്ടയുടെ അകത്തും ചെറുതായിട്ടൊന്ന് മസാല പിടിക്കും. അപ്പോൾ ഓക്കെ, ഇനൊന്ന് തിളച്ച് കഴിഞ്ഞാൽ മുട്ടക്കറി റെഡിയാകും. ഇത്രേ ഉള്ളൂ. നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നാൽ മുട്ടക്കറി നല്ല അടിപൊളി ടേസ്റ്റി മുട്ടക്കറി റെഡിയാകും. അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക. അങ്ങനെയുള്ള വീഡിയോയ്ക്ക് ലൈക്ക് കമൻറ്റെല്ലാം ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.